വിഷയത്തിലേക്കൊക്കെ വരാനുള്ള ഒരു കാരണം മുമ്പ് CPIയുടെ ഭാഗമായിട്ടും മുതിർന്ന നേതാവിന്റെ പ്രതികരണമാണല്ലോ ഇങ്ങനെ കാര്യങ്ങളിലേക്ക് എത്തിയത്. അപ്പം ഇതെല്ലാം നേരിട്ട് അറിയാവുന്നതാണ് തന്നെ അങ്ങനെ തള്ളിപ്പറഞ്ഞത് ഒരു അതിനെങ്ങനെ നോക്കണം? അല്ലെ, ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് ഉത്തരവാദിത്വ ബോധമുള്ളൊരു മന്ത്രി അതിനെ ഏറ്റുപിടിക്കാവോ? നമ്മളിതിനകത്ത് കാണേണ്ടത്, ഞാൻ ഒരു മന്ത്രിയായിരുന്ന ആളാണ്. ഒരു മന്ത്രി എപ്പോഴും കേരളത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ താല്പര്യമോ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ താല്പര്യമോ ഒരു രാഷ്ട്രീയത്തിൻ്റെ താല്പര്യമോ ഒന്നുമല്ല പരിഗണിക്കുന്നത്. പൊതു താല്പര്യമാണ്. നമ്മൾ ഭരണഘടനയെ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തവരാണ്. പക്ഷപാതപരമായോ പ്രീതിയോടുകൂടിയോ മമതയോടുകൂടിയോ ഒന്നും പ്രവർത്തിക്കാതെ ഞാൻ കൃത്യമായി ഭരണഘടന ഉയർത്തിപ്പിടിച്ച് എല്ലാവരെയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ പ്രതിജ്ഞാബദ്ധനാണ്. ആ പ്രതിജ്ഞാബദ്ധനായ ഒരു മന്ത്രി ആരുടെയെങ്കിലും ഒരു പ്രസ്താവന കേട്ടിട്ട് ആ പ്രസ്താവനയുടെ പുറകെ പോയി അത് ഒരു ഓർഡറാക്കും എന്ന് പ്രഖ്യാപിക്കാവും. അതോടുകൂടി ആ മന്ത്രിയുടെ യഥാർത്ഥത്തിൽ ദീർഘവീക്ഷണവും സത്യപ്രതിജ്ഞ ലംഘനത്തിലേക്കും വരുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയല്ലേ? ഒരിക്കലും ഇത് പാടില്ല. ഞാനൊരു പ്രസ്താവന നടത്തുമ്പോൾ ഞാൻ 100 വട്ടം ആലോചിക്കണം ആ പ്രസ്താവന കൊണ്ടുണ്ടാകുന്ന ഗുണവും ദോഷവും എന്താണ്. നിവൃത്തിയുണ്ടെങ്കിൽ കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാം പഠിച്ചതിന് ശേഷം പറയാൻ ശ്രമിക്കുക. നമുക്ക് അതിൻ്റെ വരുമ്പരാഴിക മനസ്സിലാക്കിയതിന് ശേഷം പറയുക. ഇതിപ്പോൾ ഇവർ പലതും പറയുന്നവർ യൂറ്റേണിൽ വരികയല്ലേ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു പോകാവോ? പാടില്ല. ആ നിശ്ചയമായിട്ട് ആ പ്രതികരണം പുറത്തേക്ക് വന്നത് ഏതാണ്ട് തീരുമാനമെടുത്ത് നീക്കങ്ങൾ മറ്റുള്ളവരെ എല്ലാം നിരോധിക്കാൻ പോകുന്നു എന്ന വാശിയിലാണ് പ്രഖ്യാപിച്ചത്. അതാ ഞാൻ യൂറ്റേൺ പറഞ്ഞത്. നടത്തിയ പ്രവർത്തനത്തിനെതിരെ പറഞ്ഞു. അവിടെ എന്തായാലും നടത്തിയില്ല എന്ന് തന്നെയാണ് മന്ത്രി വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ആയുർവേദ വെച്ചിട്ടുള്ള പ്രവർത്തികൾ നടത്തിക്കില്ല എന്ന് വീണ്ടും പറയുന്നുണ്ട്. മറ്റു മെഡിക്കൽ കോളേജുകളിൽ പക്ഷെ ആലപ്പുഴയിൽ അവിടെ സ്ഥലം കയ്യേറിയിരിക്കുകയാണെന്നൊരു ആരോപണമാണ് മന്ത്രി. അഖിലേ, അങ്ങനെയല്ല. ആദ്യത്തെ ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങളും ഞാനും കേട്ടു. യെസ്, അദ്ദേഹം നന്നായി മലക്കം പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആ യൂറ്റേണിലേക്ക് പോകാവോ? ഒരു മന്ത്രി അങ്ങനെ വരാൻ പാടില്ല. അദ്ദേഹം നാട് ഭരിക്കുന്ന കേരളത്തിലെ 3.5 കോടിയിൽ പരം വരുന്ന ജനതയുടെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികമായ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധനായ ഒരു മന്ത്രിയാണ്. ഭരണഘടനയെക്കുറിച്ച് സത്യപ്രതിജ്ഞ മന്ത്രിയാണ്. ആ മന്ത്രി ആലപ്പുഴയിൽ ഏതെങ്കിലും വിതരണം ചെയ്യുന്നിടത്തൊരു പോരായ്മയുണ്ടെങ്കിൽ ആ പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി കേരളത്തെ ആകെ, ഒരു പൊതു സംവിധാനത്തെ ആകെ, ഒരു മനുഷ്യത്വത്തിൽ ഇടപെടുന്ന പ്രവൃത്തിയാകെ അട്ടിമറിക്കുന്ന രൂപത്തിലേക്ക് വരാവും. ആലപ്പുഴ മാത്രം ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും അനധികൃതമായിട്ട് വരുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട്, അവിടുത്തെ സൂപ്രണ്ടെ വിളിച്ചിട്ട് പറയാം, നിങ്ങൾ ഈ കാര്യത്തിൽ അവിടെ കൊണ്ടുവരുന്ന ഇടപെടുന്ന രംഗത്ത് ഇന്ന പോരായ്മകളുണ്ട്, അവരുമായി ചർച്ച ചെയ്ത് അത് പരിഹരിക്കണം. കോട്ടയം മെഡിക്കൽ കോളേജ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ നിരവധി ഘട്ടങ്ങളിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങളൊക്കെ ഇടപെട്ടാം. ഞാനിവിടുത്തെ ജനപ്രതി എന്ന രൂപത്തിൽ ഇടപെട്ടു, സൂപ്രണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ഓരോ സംഘടനയും വിളിച്ചിട്ട് നിങ്ങൾക്ക് ഏത് രൂപത്തിൽ എവിടെ നിന്ന് കൊടുക്കാനാണ് സൗകര്യം. ചിലപ്പോൾ 2-3 കൂട്ടർ ഒരുമിച്ച് വരുമ്പോൾ ഒന്ന് വാങ്ങാൻ വരുന്നവർക്ക് വിഷമങ്ങളുണ്ടാകും. അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി ശാന്തമായി നിന്ന് ഭക്ഷണം വാങ്ങി കൊണ്ടുപോയി കഴിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന രൂപത്തിൽ അവിടുത്തെ അധികൃതരും കൊടുക്കുന്ന കൂട്ടരും തമ്മിലിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടത്. ആരെങ്കിലും പറയുന്നത് കേട്ട് എടുത്തിയാടി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയല്ല വേണ്ടത്. കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും അതിൻ്റെ വരുമ്പരായും മനസ്സിലാക്കിയും, പ്രത്യേകിച്ച് ആതുര സേവന രംഗമാണ്. അവിടെ എത്ര ജാഗ്രതയോടെയും എത്ര ഉൾക്കാഴ്ചയോടുകൂടിയും എത്ര സമയത്തോടെയും എത്ര സഹിഷ്ണുതയോടെയും സമീപനത്തോടെയും ഇടപെട്ടാലാണ് ആതുര സേവന രംഗത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ആ ഒരു ബോധം എപ്പോഴും യഥാർത്ഥത്തിൽ ഉണ്ടാവണം എന്നതാണ്. മുമ്പ് അദ്ദേഹം തന്നെ മന്ത്രി അല്ലാതിരുന്നപ്പോൾ നമ്മൾ കേട്ടതാണ്, എണ്ണം കെട്ടവർ നാട് ഭരിച്ചാൽ നിപ്പയും വവ്വാലും പറഞ്ഞല്ലോ. AK ആന്റണി ഭരിച്ചു, K കരുണാകരൻ ഭരിച്ചു. അന്നൊന്നും ഇങ്ങനെയുള്ള വവ്വാലോ അല്ലെങ്കിൽ നിപ്പയോ ഒന്നും വന്നില്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം വന്ന് കയറി ഏറ്റെടുത്തപ്പോൾ തന്നെ നേരെ പ്രത്യക്ഷപ്പെട്ടല്ലോ. ആ എണ്ണം കെട്ടവർ ആ പട്ടികയിൽ അങ്ങേരെ ഞങ്ങൾ കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രയോഗത്തിൽ. അങ്ങനെയുള്ള പ്രയോഗം ഒരിക്കലും ഒരു ഭരണാധികാരിയെക്കുറിച്ച് ആരും നടത്തുന്നത് ശരിയല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പരിഹാസവും ആക്ഷേപവും യഥാർത്ഥത്തിൽ അടിസ്ഥാനരഹിതമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് നടത്തുകയും ഭരണപക്ഷത്ത് വരുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ മറ്റൊരു രൂപത്തിലേക്ക് ഇടപെടുകയും ചെയ്യുന്ന നിരവധി ശൈലികൾ ഇവിടെ പല മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഒന്നിനു പുറകെ ഒന്നായി കാണുകയാണ്. ഇല്ല, ആ കാര്യത്തെ സംബന്ധിച്ചോളം അവിടെ അങ്ങനെ ഒരു അഭിപ്രായം, ഒരു ഒറ്റപ്പെട്ട ഒരു അഭിപ്രായം ഒരാളിൻ്റെ വന്നതാണ്. ആ ഒരു അഭിപ്രായം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായമല്ല. ആ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം എന്ന രൂപത്തിൽ ഒരു മന്ത്രി ആരിനെ എടുക്കാൻ പാടില്ല.
മന്ത്രി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിൽ ചാടിക്കയറി അഭിപ്രായം പറയാറില്ല. മന്ത്രി യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും അതെന്താണെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടുമായിരിക്കണം അതിൽ പ്രതികരണം രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെയാണ് അവിടെ ഏതെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂ പരിശോധിച്ച് അത് പരിഹരിക്കാൻ ആവശ്യമായ സമയത്തിനോടുകൂടി സമീപനം സ്വീകരിക്കണമായിരുന്നു. ബന്ധപ്പെട്ട് വളരെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ സിപിഎമ്മിന്റെ ഭാഗമായിട്ട്. അദ്ദേഹം ഇതിനെ തള്ളി പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള നിലപാടായിരുന്നു. അങ്ങനെ വിചാരിച്ചാൽ മതി. അല്ലാതെ നമുക്ക് തരത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടിൽ മാറ്റം വരുത്തി അദ്ദേഹം എടുത്ത നിലപാടുകൾ നമുക്ക് യോജിക്കാൻ കഴിയാത്തതായി, ആ യോജിക്കാൻ കഴിയാത്ത നിലപാടിൽ നിൽക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുന്നു. ആ വ്യക്തിപരമായ അഭിപ്രായത്തെ സാമാന്യവൽക്കരിച്ചിട്ടൊരു ഗവൺമെൻറ് ആ നിലപാടിലേക്ക് വരാവൂ. അതങ്ങേറ്റം ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്വ രാഗത്തിൽ നിന്ന് ഒളിച്ചോട്ടമല്ലേ, ഭരണപരമായ പരാജയമല്ലേ, ഒരു കാരണവശാലും സംഭവിച്ചുകൂടും. രണ്ട് കൂട്ടരുണ്ട്. ഒന്ന് ഈ പൊതിച്ചോറ് കൊടുക്കുന്നത്, രണ്ടിത് വാങ്ങിക്കുന്നത്. ഇവർ രണ്ടുപേരെ വലിയ രീതിയിൽ അവർക്കൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് നിശ്ചയമായും ഇത് കൊടുക്കുന്ന കൂട്ടർക്കും ഏറ്റവും കൂടുതൽ വാങ്ങിക്കഴിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിൽ പലരും ഉച്ചയ്ക്ക് ഭക്ഷണം കയ്യിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങി കഴിക്കാൻ വരുമാനമില്ലാത്തവരാണ്. കൂട്ടിരിപ്പുകാരുണ്ട്, രോഗികളുണ്ട്. രോഗിക്ക് ഇനി പൈസ ഉണ്ടെങ്കിൽ പോലും എഴുന്നേറ്റ് വാങ്ങിക്കാൻ പോകാനില്ലാത്തവരുണ്ട്. അതിന് കൂടെ നിൽക്കുന്ന ആരെങ്കിലും പറഞ്ഞുവിടും, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവരെ പറഞ്ഞുവിടും, എനിക്കൂടെ ഒരെണ്ണം വാങ്ങിക്കൊണ്ട് തരാമോ, അങ്ങനെ കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്കിതെല്ലാം അറിയാം, ഞങ്ങൾ നേരിട്ട് ഇത് കൊടുത്തുകൊണ്ടിരുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലായ്പ്പോഴും എന്തോ ഒരു ആശ്വാസകരമായ ഒരു പ്രവർത്തനമാണെന്നറിയാമോ ആശുപത്രികളിൽ ഈ ഭക്ഷണം കിട്ടുന്നത്. ഒരാൾ മരുന്നെല്ലാം കഴിച്ചു എന്നുള്ളത് കൊണ്ട് രോഗിക്ക് രോഗം ഭേദമാകുന്നില്ല. ആ മരുന്നിനോടൊപ്പം ഭക്ഷണം കൂടി കഴിച്ചെങ്കിലേ കഴിക്കുന്ന മരുന്നിന് പ്രയോജനം ഉണ്ടാവും, ഡോക്ടർമാർ തന്നെ പറയും. അപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ ഒരു അവസ്ഥ ഞങ്ങൾ കണ്ടിട്ടുണ്ട് നേരിട്ട്. കോവിഡ് കാലഘട്ടത്തിൽ 2 ദിവസത്തെ ബഹളം മെഡിക്കൽ കോളേജ് ഞാൻ കണ്ടതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇത്രത്തോളമുള്ള പ്രവർത്തനത്തിന് നേരിട്ടിറങ്ങാൻ തയ്യാറായത്. അപ്പോൾ ചില സ്ഥലത്ത് വീടുകളിൽ നിന്ന് വിളിക്കും. അന്ന് ഈ കോവിഡ് സമയത്ത് വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്നടത്തൊരു വീട്ടിലുണ്ട്, വരാൻ ആരുമില്ല, ഞങ്ങൾക്ക് കൂടി ചില ഭക്ഷണം തരാമോ, ഞങ്ങൾ ബൈക്കിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർ നിരവധി വീടുകളിൽ ബൈക്ക് കൊണ്ട് കൊടുക്കാൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതൊരു സേവനബോധത്തിലൂന്നി മനുഷ്യത്വപരമായ പ്രവർത്തനം ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയൊരു ദൗത്യമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനമെങ്കിലും സങ്കുചിതമായ രാഷ്ട്രീയം വെടിഞ്ഞ് അതിനെ മറ്റു രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കാതെ മനുഷ്യത്വപരമായി കണ്ടുപോകേണ്ടേ. അവിടെയാണ് യഥാർത്ഥത്തിൽ മാനവീയത ഉയരേണ്ടത്. അവിടെയാണ് ജനകീയ ബോധം ഉള്ളിൽ തട്ടി പ്രതികരിക്കേണ്ടത്. കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും കാര്യങ്ങളിൽ ഇടപെടേണ്ടത്. അങ്ങനെ വന്നില്ല എന്നുള്ളതാണ് ബഹുമാനായ മന്ത്രിയോടുള്ള വിമർശനം ഞങ്ങൾ ഈ സന്ദർഭത്തിൽ